ഓക്കെ, ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും റേസ് ഇഷ്ടമാണോ? റേസ്, വെളിയിൽ നടക്കുന്ന റേസ് കണ്ടോ? രണ്ട് കാറുകൾ തമ്മിൽ റേസ് ചെയ്യുകയാണ്. അപ്പോൾ എന്താ, നല്ല സ്പീഡിൽ കാറുകളൊക്കെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ, ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇങ്ങനത്തെയുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ള, ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള, പ്രത്യേകിച്ച് ബോയ്സിനാണെങ്കിലും ഗേൾസിനാണെങ്കിലും ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു സാധനമാണ് എന്തെന്ന് പറയുന്ന ഈ സ്പീഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റേസ് ചെയ്യാനൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അല്ലേ? എങ്ങനെയാണ് റേസ് ചെയ്യുന്നതെന്നൊക്കെ അറിയാനായിട്ട് നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. വണ്ടി സ്പീഡിൽ പോകുന്നത്, വണ്ടി സ്പീഡിൽ ഓടിക്കുന്നത് നമ്മൾ യൂട്യൂബിലൊക്കെ പിന്നെ സെർച്ച് ചെയ്ത് കാണാറുണ്ട്. ഓരോ റേസുകൾ, കാർ റേസിങ്ങിൻ്റെയൊക്കെ മൂവീസ്, ഇതൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണല്ലേ ഇതൊക്കെ കാണാനായിട്ട്. ടുഡേ വി ആർ ഡിസ്കസിങ് അബൌട്ട് ദ മോഷൻ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇതുപോലത്തുള്ള സ്പീഡിനെ പറ്റി, ഇതുപോലത്തുള്ള മോഷനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഷാൽ വി മൂവ് ടു ദ ക്ലാസ്? നമുക്ക് എന്താണ് മോഷൻ എന്നുള്ളത് കാണാം. എന്താണ് ഈ റേസുകളിലൊക്കെ സംഭവിക്കുന്നത്, ആൻഡ് വാട്ട് ഈസ് സ്പീഡ്, എന്താണ് സ്പീഡ് എന്നുള്ള കാര്യമൊക്കെ നമുക്കൊന്ന് കണ്ടുപോകാം. എല്ലാവരും റെഡിയാണോ ഈ കാർ റേസിംഗിൽ പങ്കെടുക്കാൻ? എല്ലാവരും റെഡിയാണോ? ഓക്കെ, നമുക്ക് ആ സെക്ഷനിലേക്ക് മൂവ് ചെയ്യാം. ഇന്നത്തെ ചാപ്റ്ററിൽ മക്കളെ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ആണ്. നമ്മൾ ആദ്യം പഠിക്കാനായിട്ട് പോകുന്നത് വാട്ട് ഈസ് മോഷൻ ആൻഡ് വാട്ട് ഈസ് ടൈം. ഇന്നത്തെ നമ്മുടെ ചാപ്റ്ററിന്റെ പേര് തന്നെ ഇതാണ്, മോഷൻ ആൻഡ് ടൈം. മോഷൻ ആൻഡ് ടൈം എന്നാണ് ഇന്നത്തെ നമ്മുടെ ചാപ്റ്ററിന്റെ പേര്. ഇന്നത്തെ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് ഈസ് സ്പീഡ്, എന്താണ് സ്പീഡ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സൂചി ഇങ്ങനെ ഇപ്പുറത്തെ സൈഡിൽ വരാം. നമ്മൾ അച്ഛനും അമ്മയൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ പറയും സ്പീഡിൽ പോട്ടമ്മേ, സ്പീഡിൽ പോട്ടച്ച, അല്ലെങ്കിൽ ആ ചേട്ടനൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ സ്പീഡിൽ പോട്ട് ചേട്ടാ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സ്പീഡിൽ കൊണ്ടുപോകും അല്ലേ? ദാറ്റ് മീൻസ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് വാട്ട് ഈസ് സ്പീഡ്, എന്താണ് സ്പീഡ് എന്നതിനെ പറ്റി പഠിക്കും. ആൻഡ് ദെൻ ദ സെക്കൻഡ് വൺ ഈസ് വാട്ട് ഈസ് ആവറേജ് സ്പീഡ്, എന്താണ് ആവറേജ് സ്പീഡ് എന്നുള്ളതിനെ പറ്റി പഠിക്കും. എന്താണ് ആവറേജ് സ്പീഡ്. ദെൻ വാട്ട് ഈസ് ഇൻസ്റ്റന്റേനിയസ് സ്പീഡ്, എന്താണ് ഇൻസ്റ്റന്റേനിയസ് സ്പീഡ്. ഈ മൂന്നൊരു ടോപ്പിക്സിനെ പറ്റിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എന്താണ് സ്പീഡ്, എന്താണ് വേഗത, എന്താണ് സ്പീഡ് എന്നുള്ളൊരു ടോപ്പിക്കിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത്. എല്ലാവരും റെഡിയാണോ? നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. നമ്മളൊരു റേസിനകത്ത് പോവുകയാണ്. അപ്പോൾ റേസൊക്കെ കാണാനൊക്കെ എല്ലാവരും റെഡിയാണോ? ഓക്കെ, യാതൊരു ഇൻട്രഡക്ഷനും ഇല്ലാതെ നമ്മുടെ ടോപ്പിക്സിലേക്ക് പോകുന്നു. ശ്രദ്ധിച്ചിരിക്കുക. ഇപ്പൊ രണ്ട് ബോൾ കണ്ടോ? നിങ്ങളുടെ സ്ക്രീനിൽ നിങ്ങൾക്ക് രണ്ട് ബോൾ കാണാം. അത് പെട്ടെന്ന് ഉരുണ്ട് അപ്പുറത്തെ സൈഡിലേക്ക് വരുന്നതായിട്ട് കാണാം. ഇനി നോക്കിയേ, നമ്മുടെ റേസിലേക്ക് നമ്മൾ പോകുന്നു. നോക്കിയേ, ഒബ്ജക്റ്റ് 1 എന്നും ഒബ്ജക്റ്റ് 2 എന്നും രണ്ട് കാർ സാർ എടുത്തിട്ടുണ്ട്. നോക്കിയേ, നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഇതിനകത്ത് ഏത് ഒബ്ജക്റ്റ് ആണ് സ്പീഡിൽ മൂവ് ചെയ്യുന്നത്, ഏത് ഒബ്ജക്റ്റാണ് ഫാസ്റ്റർ ആയിട്ട് പോകുന്നത്? ആ ഒബ്ജക്റ്റ് നമ്പർ 1 ആണല്ലേ. ഒബ്ജക്റ്റ് 1 മൂവ്സ് ഫാസ്റ്റർ ദാൻ ഒബ്ജക്റ്റ് 2 കമ്പയർഡ് ടു ടൈം. ടൈമുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒബ്ജക്റ്റ് 1 ആണ് സ്പീഡിൽ പോകുന്നത്. സ്പീഡ് ഓഫ് ദ ഒബ്ജക്റ്റ് ഈസ് ഗ്രേറ്റർ ദാൻ സ്പീഡ് ഓഫ് ദ ഒബ്ജക്റ്റ് 2. കണ്ടോ സാർ പറഞ്ഞത്? കണ്ടോ? ഇവരെ എങ്ങനെയാണ് സാർ കമ്പയർ ചെയ്തത്? സ്പീഡ് എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി വെച്ചാണ് സാർ അതിനെ കമ്പയർ ചെയ്തത്. അപ്പോൾ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആയിട്ടൊന്ന് ശ്രദ്ധിക്കുക. എന്താണ് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ ഫാസ്റ്റ് സംതിങ് ഈസ് മൂവിങ്, എത്ര വേഗതയിലാണ് ഒരു സാധനം മൂവ് ചെയ്യുന്നത് എന്നതിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ് സ്പീഡ്. എന്താ സ്പീഡ്? ഹൗ ഫാസ്റ്റ് സംതിങ് ഈസ് മൂവിങ്. ഏതെങ്കിലും ഒരു വസ്തു ആയിക്കോട്ടെ, അതെത്ര വേഗതയിലാണ് മൂവ് ചെയ്യുന്നത് എന്നതിന് നമ്മൾ ഒറ്റ വാക്കിൽ പറയും സ്പീഡ്. നിങ്ങൾ സ്പീഡിൽ സ്കൂളിലേക്ക് വന്നു, നിങ്ങൾ സ്പീഡിൽ ബൈക്കിൽ പോയി, നിങ്ങൾ സ്പീഡിൽ ഓടി, നിങ്ങൾ സ്പീഡിൽ ചാടി, എവറിത്തിങ് യു ആർ യൂസിങ് ദ സെയിം വേർഡ് സ്പീഡ്. സ്പീഡ് എന്ന് പറയുന്ന വാക്കല്ലേ യൂസ് ചെയ്യുന്നത്. നൗ ഐ ആം ആസ്കിങ് യു ദ ക്വസ്റ്റ്യൻ. നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ് വാട്ട് ഈസ് സ്പീഡ്, എന്താ സ്പീഡ്? നമ്മൾ നേരത്തെ റേസ് ഒക്കെ കണ്ടുവല്ലേ, ഒരു വണ്ടി ചീറിപ്പാഞ്ഞു പോകുന്നു, മറ്റേ വണ്ടി അതിനെ ഫോളോ ചെയ്ത് പോകുന്നു. ദേ ആർ യൂസിങ് ദ സ്പീഡ്. നോക്കിയേ, സ്പീഡ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു ദൂരം കവർ ചെയ്യണം, ഇന്ന സമയം കൊണ്ട് കവർ ചെയ്യണം, ഇത്ര സമയം കൊണ്ട് കവർ ചെയ്യണം. അതായത് ഒന്നുകൂടെ ശ്രദ്ധിച്ചേ, രണ്ട് ക്വാണ്ടിറ്റീസാണ് സാർ അവിടെ എടുത്തത്. എങ്ങനെയാണെങ്കിലും നിങ്ങൾ ഓടുന്നതിന് ഒരു ദൂരം കാണുമല്ലോ അല്ലേ? നിങ്ങളിപ്പോ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് ഓടി, ദാറ്റ് മീൻസ് സ്കൂൾ ടു വീട്, ദാറ്റ്സ് ദ ഡിസ്റ്റൻസ്, ദൂരം അല്ലേ? സ്പീഡ് വേറൊരു ക്വാണ്ടിറ്റിയോടെ കമ്പയർ ചെയ്യും, ടൈം, എത്ര സമയം നിങ്ങൾ എടുത്തു, അതാ നിങ്ങളുടെ സ്പീഡ്. സാർ പറയുന്ന കാര്യം വ്യക്തമാകുന്നുണ്ടോ? എത്ര ദൂരം നിങ്ങൾ ഓടി, എത്ര സമയം കൊണ്ട് ഓടി. That's what speed is dealing about. ഇങ്ങനെയുള്ള ക്വാണ്ടിറ്റി, ഇങ്ങനെ ഈ രണ്ട് ക്വാണ്ടിറ്റി വെച്ചിട്ടാണ് സ്പീഡ് ഡീൽ ചെയ്യുന്നത്. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് യു കവേർഡ്, ഹൗ മച്ച് ഈസ് ദ ഡിസ്റ്റൻസ് യു കവേർഡ്, ആൻഡ്
എത്ര ടൈം കൊണ്ട് നിങ്ങൾ അത് കവർ ചെയ്തു. ഇത് രണ്ടുമാണ് സ്പീഡ് എന്ന് പറയുന്ന ഈ ഒരു ക്വാണ്ടിറ്റീസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്താണ് സ്പീഡ് എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് കാണാം. ഇപ്പൊ നോക്കിക്കേ, ഈ ഒരു ഒബ്ജക്റ്റ് സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്യാണ്. അപ്പൊ നിങ്ങൾ 6th ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ലോവർ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് വാട്ട് ഈസ് ദിസ് ടൈപ്പ് ഓഫ് മോഷൻ. ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്യുന്ന ഈ ഒരു സാധനത്തെ നമ്മൾ ഒരു പേരിട്ട് വിളിക്കും. ഈ സ്ട്രെയിറ്റ് ലൈനിലുള്ള മോഷനെ നിങ്ങൾ ഒരു പേരിട്ട് വിളിക്കും. എന്താ അതിന് വിളിക്കുന്ന പേര് ഓർക്കുന്നുണ്ടോ? 6ാം ക്ലാസ്സിൽ പഠിച്ചതാ, കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചതാ, കഴിഞ്ഞ വർഷം നിങ്ങൾ പഠിച്ചതാ. ഈ സ്ട്രെയിറ്റ് ലൈനിൽ ഒരു മൂവ്മെന്റിന് ഒരു പേര്. വെരി ഗുഡ്. റെക്ടിലീനിയർ മോഷൻ എന്നാണ് ഇതിനെ വിളിക്കുന്ന പേര്. എന്തൊരു പേരിട്ടാണ് വിളിക്കുന്നത്? റെക്ടിലീനിയർ മോഷൻ. ഇനി എന്താണ് മോഷൻ എന്നുള്ളത് കഴിഞ്ഞ വർഷം പഠിക്കാത്തവർക്ക് ശ്രദ്ധിച്ചു കേൾക്കുക. കഴിഞ്ഞ വർഷം എന്താണ് മോഷൻ എന്നുള്ളത് പഠിക്കാത്തവർക്ക് സാറ് ഇന്ന് നിങ്ങളുടെ ഒരു ലിങ്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും. നിങ്ങൾക്ക് ഒരു ലിങ്ക് സാറ് ഷെയർ ചെയ്ത് തരും. ആ ലിങ്ക് കയറി കാണുക. ദ ടൈപ്സ് ഓഫ് മോഷൻ ആൻഡ് വാട്ട് ഈസ് മോഷൻ, മോഷൻ എന്താണെന്നൊക്കെ ഒരു ലിങ്ക് കയറി കാണും. പോട്ടെ, നമ്മുടെ വിഷയം അതല്ല. നമ്മൾ തിരിച്ചു വരുന്നു. ആ കാർ മൂവ് ചെയ്യുന്നു. ആ കാർ മൂവ് ചെയ്ത ദൂരമാണ്, ആ ഡിസ്റ്റൻസ് ആണ്. അങ്ങനെയുള്ള മോഷനെ, സ്ട്രെയിറ്റ് ലൈനിലുള്ള മോഷനെ റെക്ടിലീനിയർ മോഷൻ എന്നാണ് പേരിട്ട് വിളിക്കുന്നത്. എന്താണെന്ന് കാണാം. ആ കാർ മൂവ് ചെയ്യാൻ എടുത്ത സമയം 30 സെക്കൻഡ് ആണ്. സാറിന്റെ ഈ സ്ക്രീൻ തൊട്ട് ഈ സ്ക്രീനിന്റെ ആ അറ്റം മുതൽ ഈ അറ്റം വരെ ആ കാർ മൂവ് ചെയ്യാൻ എടുത്ത സമയം എത്രയാണ്? 30 സെക്കൻഡ്സ് ആണ്. ഇനി രണ്ടാമത്തെ കാർ നിങ്ങളൊന്ന് കൺസിഡർ ചെയ്ത് നോക്കി. രണ്ടാമത്തെ കാർ മൂവ് ചെയ്ത് വരുന്നു, മൂവ് ചെയ്ത് വരുന്നു, അപ്പുറത്തെ സൈഡിലെത്തി. ആ കാറ് 40 സെക്കൻഡ് കൊണ്ടാണ് വന്നത്. എത്ര സെക്കൻഡ് കൊണ്ടാണ് എത്തിയത്? 40 സെക്കൻഡ് കൊണ്ടാണ്. ഏത് കാർ ആദ്യം വന്നതെന്ന് നിങ്ങൾക്ക് പറയാനായിട്ട് പറ്റുമോ? ഏത് കാറിനാണ് സ്പീഡ് കൂടുതലെന്ന് നിങ്ങൾക്ക് പറയാനായിട്ട് പറ്റുമോ? ഏത് കാറിനാണ് സ്പീഡ് കൂടുതൽ? ടൈപ്പ് ചെയ്തേ, ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തേ. മ്യൂട്ട് യുവർ ഓഡിയോ ആൻഡ് ടൈപ്പ് ഇൻ ദ ചാറ്റ് ബോക്സ്. ആ കാർ എക്സാക്ട്ലി ഫസ്റ്റ് കാറാണ് എന്ത് ചെയ്തത്? സ്പീഡിൽ മൂവ് ചെയ്ത് വന്നതെന്ന് നിസ്സംശയം നമുക്ക് പറയാനായിട്ട് പറ്റും. ബിക്കോസ് യു ആർ കൺസിഡറിങ് ദെയർ ദ ടൈമാണ് നിങ്ങൾ അവിടെ എന്ത് ചെയ്തത്? കൺസിഡർ ചെയ്തത്. ടൈമിനെയാണ് നിങ്ങൾ അവിടെ എന്ത് ചെയ്തത്? കൺസിഡർ ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് ഈ ചോദ്യത്തിനുള്ള ഉത്തരം വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് പറയാനായിട്ട് പറ്റും. ദ ഫസ്റ്റ് കാർ ഈസ് മൂവിങ് മോർ ഫാസ്റ്റർ ദാൻ ദ സെക്കൻഡ്. മനസ്സിലായോ? അപ്പോൾ സാർ അവിടെ കാണിച്ചിട്ടുണ്ട് ഗ്രേറ്റർ സ്പീഡ് ഏത് കാറിനാണെന്ന് സാർ അവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ നോക്കിയേ, ഇനി സാർ അതിന്റെ ദൂരം തരികയാണ്, ഡിസ്റ്റൻസ് തരികയാണ്. നേരത്തെ പറഞ്ഞു ഈ സ്പീഡ് എന്ന് പറയുന്നത് 2 ക്വാണ്ടിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഒന്ന് ഡിസ്റ്റൻസ്, ഒന്ന് ടൈം. ഇതാ അവിടെ പാത്തിൽ എന്തെന്ന് പറഞ്ഞു സാർ ആ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ആ ഡിസ്റ്റൻസ് എത്രയാണ്? 420 മീറ്റർ ആണ് 2 കാറിന് ട്രാവൽ ചെയ്ത സമയം. അപ്പോൾ റെഡ് കാറിന്റെ സ്പീഡ് കണ്ടുപിടിക്കാൻ സാർ ഇതാണ് ചെയ്യുന്നത്, ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടൈം ടേക്കൺ. അപ്പൊ സാറ് സ്പീഡ് കണ്ടുപിടിക്കാൻ യൂസ് ചെയ്ത മെത്തേഡ് കണ്ടോ? സ്പീഡ് കണ്ടുപിടിക്കാൻ യൂസ് ചെയ്ത മെത്തേഡ് കണ്ടോ? സ്പീഡ് ഈസ് ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം ടേക്കൺ. സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം ടേക്കൺ. ആകെ സഞ്ചരിച്ച ദൂരം. ആ കാറ്, 2 കാറുകൾ എത്ര കിലോമീറ്റർ സഞ്ചരിച്ചു? എത്ര മീറ്റർ സഞ്ചരിച്ചു? 420 മീറ്റർ സഞ്ചരിച്ചു. ദാറ്റ് മീൻസ് അത് ഡിസ്റ്റൻസ് ആണ്. അതെന്താണ്? ഡിസ്റ്റൻസ് ആണ് ബൈ ടൈം ടേക്കൺ. എത്ര സെക്കൻഡ് കൊണ്ട് ചെന്നു? ബ്ലൂ കാർ 30 സെക്കൻഡ്സ് കൊണ്ട് ചെന്നു. റെഡ് കാറോ ബ്ലൂ കാർ 30 സെക്കൻഡ്സ് കൊണ്ട് ചെന്നു. റെഡ് കാർ 40 സെക്കൻഡ്സ് കൊണ്ട് ചെന്നു. ദാറ്റ് മീൻസ് ഇനി ഇതിന്റെ സ്പീഡ് നമുക്കൊന്ന് നോക്കാം, കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. സ്പീഡ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് ആരെങ്കിലും ചോദിച്ചാൽ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കണം. സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ. ഇവിടുത്തെ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാ? 420 അല്ലെ? മേളിൽ നോക്കിയേ, 420 ആണ് 2 പേരും സഞ്ചരിച്ച ദൂരം. അന്നേരം ടോട്ടൽ ഡിസ്റ്റൻസിന്റെ അവിടെ 420 എന്ന് നമ്മൾ എഴുതി, 420 മീറ്റർ എന്ന് നമ്മൾ എഴുതി. ഡിവൈഡഡ് ബൈ 40 സെക്കൻഡ്സ്. 40 സെക്കൻഡ് കൊണ്ടാണ് റെഡ് കാർ ചെന്നത് അല്ലെ? 40 സെക്കൻഡ് കൊണ്ടാണ് റെഡ് കാർ ചെന്നത്. 40 സെക്കൻഡ് കൊണ്ടാണ് റെഡ് കാർ ചെന്നത്. ഡിവൈഡ് ചെയ്തപ്പോൾ 10.5 എന്ന് പറയുന്ന വാല്യൂ കിട്ടി. അതിനപ്പുറത്ത് ഞാൻ M/S എന്ന് ഇട്ടിട്ടുണ്ട്. എന്താ അത്? അതിന്റെ യൂണിറ്റ് ആണ്, സ്പീഡിന്റെ യൂണിറ്റ് ആണ് മീറ്റർ പെർ സെക്കൻഡ്. ഇനി ബ്ലൂ കാർ നിങ്ങളൊന്ന് എടുത്തു നോക്കി, 420 മീറ്റർ അതും കവർ ചെയ്തു. ടോട്ടൽ ഡിസ്റ്റൻസ് 420 മീറ്റർ ഡിവൈഡഡ് ബൈ എത്ര ടൈം കൊണ്ട് ചെന്നു? 30 സെക്കൻഡ്സ് കൊണ്ട് ചെന്നു. ദാറ്റ് മീൻസ് 420 ഡിവൈഡഡ് മീറ്റേഴ്സ് ഡിവൈഡഡ് ബൈ 30 സെക്കൻഡ്സ് ആൻഡ് ഇറ്റ് സ്പീഡ് ഈസ് 14 മീറ്റർ പെർ സെക്കൻഡ്. 14 മീറ്റർ പെർ സെക്കൻഡ്. നമ്മൾ ആദ്യം ടൈം മാത്രം നോക്കി എന്ത് പറഞ്ഞു? പെട്ടെന്ന് എന്നത് ആ കാറാണെന്ന് പറഞ്ഞു അല്ലേ? ഇനി അത്
പ്രാക്ടിക്കലി നമ്മളത് പ്രൂവ് ചെയ്തത് കണ്ടോ. ഇപ്പോൾ ഇതിനൊരു എവിഡൻസ് ഉണ്ട്. ആരെങ്കിലും ചോദിക്കുകയാണ്, നീ എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ആ ബ്ലൂ കാറാണ് ഫസ്റ്റ് ചെന്നത് എന്ന് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കണം, ഞങ്ങൾ എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്തത്, ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ. അങ്ങനെ വെറുതെ വായുവിനകത്ത് എഴുതി കൂട്ടിയതൊന്നുമല്ല, ഞങ്ങൾ വ്യക്തമായിട്ട് സ്പീഡ് ഞങ്ങൾ കണ്ടുപിടിച്ചു. സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഞങ്ങൾക്ക് അറിയാം, ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ. ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ ആണ് ഇതിനുള്ള സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അങ്ങനെ സ്പീഡ് ഞങ്ങൾ കണ്ടുപിടിച്ചു. അപ്പൊ ഏത് കാരനാണ് സ്പീഡ് കൂടുതൽ? ദിസ് ബ്ലൂ കാർ 14 മീറ്റർ പെർ സെക്കൻഡ്, 14 മീറ്റർ പെർ സെക്കൻഡിലാണ് ആ കാർ ട്രാവൽ ചെയ്തത്. റെഡ് കാർ എത്ര മീറ്റർ പെർ സെക്കൻഡിലെ ട്രാവൽ ചെയ്തുള്ളൂ? 10.5 മീറ്റർ പെർ സെക്കൻഡിലെ ട്രാവൽ ചെയ്തുള്ളൂ. ദാറ്റ് മീൻസ് ദ സ്പീഡ് ഓഫ് ബ്ലൂ കാർ ഈസ് ഗ്രേറ്റർ ദാൻ സ്പീഡ് ഓഫ് റെഡ് കാർ. അർത്ഥല്ലേ? രണ്ട് കാറും 420 ദൂരം തന്നെയാണ് സഞ്ചരിച്ചത്. ഒരെണ്ണം 30 സെക്കൻഡ് കൊണ്ട് എടുത്തു, ഒരെണ്ണം 40 സെക്കൻഡ് കൊണ്ട് എടുത്തു. Then we can clearly say that 14 meter per second is greater than 10 meter per second. സ്പീഡിനുള്ള യൂണിറ്റ് നമുക്കറിയാം, ഇക്വേഷൻ നമുക്കറിയാം, ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. നോക്കിയേ. ഇനി ഞാൻ വേറൊരു കാർ എടുക്കുന്നു, മൂന്നാമത് വേറൊരു കാർ റേസിന് വരികയാണ്, വൈറ്റ് കാർ. ഇനി ഈ വൈറ്റ് കാറിന്റെ സ്പീഡ് നിങ്ങൾക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാമോ? വൈറ്റ് കാറിന്റെ സ്പീഡ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് നമുക്കുള്ള ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്, ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ. ദാറ്റ് മീൻസ് 420 ഡിവൈഡഡ് ബൈ 20 എടുത്താൽ പോരെ? 420 ഡിവൈഡഡ് ബൈ 20 എടുത്താൽ പോരെ? ദാറ്റ് മീൻസ് ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ. അപ്പോൾ സ്പീഡ് എന്ന് പറയുന്നത് അതിന്റെ യൂണിറ്റ് നമുക്കറിയാം, മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്ന യൂണിറ്റ് നമുക്ക് കിട്ടി. അതിൽ നിന്ന് അല്ലേ, സ്പീഡ് ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് മീറ്റർ, ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ്. ദാറ്റ് മീൻസ് മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്ന യൂണിറ്റ് കിട്ടി. അത് മാത്രമല്ല, യൂണിറ്റ് കിലോമീറ്റർ പെർ അവർ ഉണ്ട്, മൈൽസ് പെർ അവർ ഉണ്ട്, ഫീറ്റ് പെർ അവർ ഉണ്ട്. നിങ്ങൾ വണ്ടിക്കകത്തൊക്കെ നോക്കുമ്പോൾ കിലോമീറ്റർ പെർ അവർ എന്ന് പറയുന്ന യൂണിറ്റ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. മീറ്റർ പെർ സെക്കൻഡ് ആണ് അങ്ങനത്തെ യൂണിറ്റ് ഒക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇനി നോക്കിയേ, ഈ മൂന്ന് കേസുകളിലും ഒരെണ്ണം 440 420 മീറ്റർ 30 സെക്കൻഡ് കൊണ്ട് ട്രാവൽ ചെയ്തു. 420 മീറ്റർ 30 സെക്കൻഡ് കൊണ്ട് ട്രാവൽ ചെയ്തു എന്ന് വിചാരിക്കുക. ബ്ലൂ കാറിന്റെ ആണ് നമ്മൾ ഡേറ്റ എടുത്തതെന്ന് വിചാരിക്കുക. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ ഈസ് ഈക്വൽ ടു 420 മീറ്റേഴ്സ് ഡിവൈഡഡ് ബൈ 30 ഈസ് ഈക്വൽ ടു 14 മീറ്റർ പെർ സെക്കൻഡ്. അതിനർത്ഥം എന്റെ ഒരു ചോദ്യം ഇതാണ്, ഈ വണ്ടി തുടക്കം മുതൽ ഒടുക്കം വരെ ഈ 14 മീറ്റർ പെർ സെക്കൻഡിലായിരിക്കും ട്രാവൽ ചെയ്യുക? അതേ കോൺസ്റ്റന്റ് സ്പീഡ് എടുക്കുമ്പോഴേ വണ്ടി 14 മീറ്റർ പെർ സെക്കൻഡിലായിരിക്കും ട്രാവൽ ചെയ്യുക? അല്ല, ഒരിക്കലും ഇല്ല. നിങ്ങൾക്ക് ഓഡോമീറ്റർ ശ്രദ്ധിക്കുമ്പോൾ തന്നെ അറിയാനായിട്ട് പറ്റും അല്ലെ. ആദ്യത്തെ സെക്കൻഡ് നടക്കുന്ന സെക്കൻഡ് 0-ൽ നിന്ന് തുടങ്ങി ഇങ്ങനെയാണ് ആ മീറ്റർ വരുന്നത് അല്ലെ. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് സ്റ്റാർട്ടിങ് ഫ്രം 0. ഒരിക്കലും നിർത്തിയിട്ടിട്ട് ഓടുന്ന ഒരു വണ്ടി ഈ 14 മീറ്റർ പെർ സെക്കൻഡിൽ ഓടുകയാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. കോൺസ്റ്റന്റ് ആയിട്ട് ഈ സ്പീഡിൽ റൺ ചെയ്യുകയാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. പറ്റുമോ? ചില സമയത്ത് ആ വണ്ടി സ്പീഡിൽ പോവും, പിന്നെ ഫ്രണ്ടിൽ ഒരാൾ വരുമ്പോൾ എന്ത് ചെയ്യും, ബ്രേക്ക് ഔട്ടുന്നതായിട്ട് പറയാൻ പറ്റും. ദാറ്റ് മീൻസ് 14 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയ വാല്യൂ എല്ലായിടത്തും സെയിം ആയിരിക്കും, എല്ലാ ഇൻസ്റ്റൻസിലും സെയിം ആയിരിക്കും? ഒരിക്കലും അല്ല. ദാറ്റ് ഈസ് ദ ആവറേജ് സ്പീഡ് ഓഫ് ദ കാർ. അതിന്റെ എന്താണെന്നേ നമുക്ക് പറയാനായിട്ട് പറ്റൂ, ആവറേജ് സ്പീഡ് ആണെന്നേ നമുക്ക് പറയാനായിട്ട് പറ്റൂ അല്ലെ. ഓരോ സെക്കൻഡ് ഓരോ ഇൻസ്റ്റന്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് ഓരോന്നിലാണ് ട്രാവൽ. ദാറ്റ് മീൻസ് ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. മൊത്തം ഡിസ്റ്റൻസിനെ മൊത്തം ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സാധനം എന്താ? ആവറേജ് സ്പീഡാണ്. നമുക്കിനി കണ്ടുനോക്കാം, വാട്ട് ഈസ് ആവറേജ് സ്പീഡ് ഓഫ് ആൻ ഒബ്ജക്റ്റ്. എന്താണ് ആവറേജ് സ്പീഡ് എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ് ആവറേജ് സ്പീഡ് അല്ലെങ്കിൽ സ്പീഡ് എന്നുള്ളത് പറഞ്ഞു. എല്ലാ ഇൻസ്റ്റന്റിലും ഒരു വണ്ടി ഒരേ സ്പീഡിൽ തന്നെ പോകണമെന്നില്ല. നോക്കിയേ, ഈ ഒരു കേസ് കൺസിഡർ ചെയ്തേ, വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, അതിന്റെ സ്പീഡ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം ടേക്കൺ. ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം ടേക്കൺ ആണ് അതിന്റെ സ്പീഡ് എന്ന് പറയാനായിട്ട് പറ്റും. ഇനി ഒന്ന് ശ്രദ്ധിച്ച്, ഡിസ്റ്റൻസ് 20 കിലോമീറ്റർ ഉണ്ടെന്ന് വിചാരിക്കുക. 20 കിലോമീറ്റർ 4 ഹവർ കൊണ്ട് ട്രാവൽ ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പൊ അതിന്റെ സ്പീഡ് എന്തായിരിക്കും? 20 കിലോമീറ്റർ ഡിവൈഡഡ് ബൈ 4 hours. 20 കിലോമീറ്റർ. അപ്പൊ അതിന്റെ സ്പീഡ് എന്താണെന്ന് പറയാൻ പറ്റും? 5 കിലോമീറ്റർ പെർ അവർ ആണെന്ന് പറയാൻ പറ്റും. 5 കിലോമീറ്റർ പെർ ഹവർ ഈസ് എ സ്പീഡ്. ഇസ് ഇറ്റ് കോൺസ്റ്റന്റ്? അതായത് വണ്ടി അത് റെഡ് മാർക്കറ്റ് എടുക്കുന്ന സ്ഥലം മുതൽ ഇങ്ങോട്ട് എപ്പോഴും കോൺസ്റ്റന്റ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുമോ? എപ്പോഴും കോൺസ്റ്റന്റ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുമോ? ഒരിക്കലും പറയാനായിട്ട് പറ്റില്ല. നോക്കിക്കേ, ആ പോയിന്റ് തൊട്ട് ഈ പോയിന്റ് വരെ 5 കിലോമീറ്റർ പെർ സ്പീഡിൽ എപ്പോഴും ഇങ്ങനെ ഈ വണ്ടി പൊക്കോണ്ടിരിക്കുമെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുമോ? ഒരിക്കലും പറ്റില്ല. നിങ്ങളെല്ലാവരും വണ്ടിയിലകത്ത് ട്രാവൽ ചെയ്തിട്ടുള്ളവരാ അല്ലെ. വണ്ടി ഒരിക്കലും ഒരു കോൺസ്റ്റന്റ് സ്പീഡിൽ ട്രാവൽ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റത്തില്ല. പറ്റുമോ?
ഇല്ല. ചിലപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരനെ ഇടയ്ക്ക് വെച്ചൊന്ന് കയറ്റണം, വണ്ടിയുടെ സ്പീഡ് കുറഞ്ഞ് 0 ആവും. പിന്നെ കൂട്ടുകാരനെ കയറ്റിയതിന് ശേഷം നിങ്ങൾക്ക് നല്ല സ്പീഡിൽ പോകണം, വണ്ടിയുടെ സ്പീഡ് പിന്നെയും കൂട്ടും. ദാറ്റ് മീൻസ് വി ക്യാൻ ഓൺലി കാൽക്കുലേറ്റ് ദ ആവറേജ് സ്പീഡ്. നമുക്ക് എന്തേ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ? വണ്ടി ഒരിക്കലും കോൺസ്റ്റന്റ് സ്പീഡിലാണ് പോകുന്നത് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. ഈസ് ദ സ്പീഡ് കോൺസ്റ്റന്റ് എന്ന് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ പറയണം ദ സ്പീഡ് ഈസ് നോട്ട് കോൺസ്റ്റന്റ്, വി ക്യാൻ ഓൺലി കാൽക്കുലേറ്റ് ദ ആവറേജ് സ്പീഡ്. നമുക്ക് എന്തേ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ? അതിന്റെ ആവറേജ് സ്പീഡാണ് നമ്മൾ ഈ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ശരാശരി, ദാറ്റ് മീൻസ് ആവറേജ്. ഇത് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് കാർ ട്രാവൽ ചെയ്ത് അതിന്റെ എൻഡിങ് പോയിന്റ് വരെ എത്തുമ്പോഴത്തേക്ക് അതിന്റെ 5 km/h ആവറേജ് അത് ട്രാവൽ ചെയ്തത് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ദാറ്റ് മീൻസ് ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം ടേക്കൺ. ആ കാർ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസിനെ അതിന്റെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്താണ് എന്ത് നമുക്ക് കിട്ടുന്നത്? അതിന്റെ സ്പീഡ് നമുക്ക് കിട്ടുന്നത്. മനസ്സിലായോ സാർ പറഞ്ഞത്? എന്താണ് സ്പീഡ് എന്നുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞത്. സ്പീഡ് ഇസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം ടേക്കൺ. കറക്റ്റ് അല്ലേ? ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം ടേക്കൺ. അപ്പൊ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വാല്യൂ എന്താ? സ്പീഡ് അല്ല, ആവറേജ് സ്പീഡാണ്. ഒന്നുമില്ല, ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് ഇവിടെ ട്രാവൽ ചെയ്ത് എത്രയാ? 20 km. ടോട്ടൽ ടൈം എത്രയാ? 4 hours കൊണ്ട് ആ കാർ ഓടിയിട്ട്. ദെൻ യു കാൽക്കുലേറ്റ് ദ ആവറേജ് സ്പീഡ്. നിങ്ങൾ എന്താ കാൽക്കുലേറ്റ് ചെയ്തത്? ആവറേജ് സ്പീഡാണ് കാൽക്കുലേറ്റ് ചെയ്തത്. വണ്ടിയുടെ ശരാശരി വേഗതയാണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തത്. എത്രയാ? അതിന്റെ 5 km/h ആണ് നിങ്ങളുടെ കാർ സഞ്ചരിച്ച കിലോമീറ്റർ. ദാറ്റ് മീൻസ് അതെന്താണ്? യൂണിറ്റ് ഓഫ് സ്പീഡ് അവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾ കണ്ടോ? യൂണിറ്റ് തന്നിട്ടുണ്ടോ? km/h. കിലോമീറ്റർ ആണ് എടുത്തത്, ടൈമിന്റെ യൂണിറ്റ് അവർ എടുത്തപ്പോൾ അതാ kmph എന്ന് നിങ്ങളുടെ വണ്ടിക്കകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. ഇന്നൊക്കെ ചെന്ന് കാറിനകത്തൊക്കെ കയറുമ്പോൾ നോക്കണം, ഇങ്ങനെ ഒരെണ്ണം എഴുതി വെച്ചിട്ടുണ്ട് kmph. ഇനി എന്താണെന്ന് പറഞ്ഞു കൊടുക്കണം? അത് km/h ആണെന്ന് പറഞ്ഞു കൊടുക്കണം. എന്താ? എയിൽ നിന്ന് ബിയിലേക്ക് ഒരു കാർ മൂവ് ചെയ്യുന്നു, എയിൽ നിന്ന് ബിയിലേക്ക് ഒരു കാർ മൂവ് ചെയ്യുന്നു. ഇനിയും നിങ്ങൾക്ക് ഇത് ഓരോരോ ഇൻസ്റ്റൻസ് ആണെന്ന് വിചാരിക്കും. നിങ്ങൾ ഇങ്ങനെ ഒരു സാധനം വണ്ടിക്കകത്ത് കണ്ടിട്ടുണ്ട്. കാർ എ എന്ന് പറയുന്ന ടൈമിൽ, എ എന്ന് പറയുന്ന പൊസിഷനിൽ നിന്ന് ബി എന്ന് പറയുന്ന പൊസിഷനിലേക്ക് മൂവ് ചെയ്തപ്പോൾ സാർ ഇവിടെ T1 T2 T3 എന്ന് പറയുന്ന 3 ടൈം എടുത്തിട്ടുണ്ട് എന്ന് വിചാരിക്കുക. T1 T2 T3 എന്ന് പറയുന്ന 3 ടൈം എടുത്തിട്ടുണ്ട് എന്ന് വിചാരിക്കുക. T1 എന്ന് പറയുന്ന സമയത്ത് അത് ട്രാവൽ ചെയ്ത ദൂരം എന്ന് പറയുന്നത് അതിന്റെ ഓഡോമീറ്റർ എന്ന് പറയുന്ന ആ ഒരു സാധനം നിങ്ങൾ വണ്ടിക്കകത്ത് കണ്ടിട്ടുണ്ട് അല്ലെ? ആ വണ്ടിക്കകത്ത് കാണിക്കുന്ന ആ മീറ്ററിനകത്ത് റീഡിങ് 20 ആയിരുന്നു അല്ലെ? T2 എന്ന് പറയുന്ന സമയത്ത് അത് എത്രയായി? 30 T3 എന്ന് പറയുന്ന സമയത്ത് അത് എത്രയായി? 50. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ട്രാവലിംഗ്. ഓരോ ഇൻസ്റ്റന്റിലാണ് സാർ ആ സമയം എടുത്തത് അല്ലെ? ഓരോ ഇൻസ്റ്റന്റിലാണ് സാർ ആ സമയം എടുത്തത്. ഇതിനെ നമുക്ക് ആവറേജ് സ്പീഡ് എന്ന് വിളിക്കാനായിട്ട് പറ്റുമോ? ഒരിക്കലുമില്ല. ദിസ് ടൈപ്പ് ഓഫ് സ്പീഡ് ഈസ് കാൾഡ് ഇൻസ്റ്റന്റേനിയസ് സ്പീഡ്. നിങ്ങളുടെ സ്പീഡ് ഇപ്പൊ നിങ്ങളുടെ മീറ്ററിനകത്ത് കാണിക്കുന്ന എന്താ സാധനം എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങളുടെ മീറ്ററിനകത്ത് കാണിക്കുന്ന വാല്യൂ എന്താ? ദാറ്റ് ഈസ് ഇൻസ്റ്റന്റേനിയസ് സ്പീഡ്. അറ്റ് ആൻ ഇൻസ്റ്റന്റ്, അറ്റ് ദ മൊമെന്റ് ഓഫ് ടൈം. നിങ്ങളുടെ വണ്ടി പൊക്കൊണ്ടിരിക്കുകയാണ്. പൊക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ മീറ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ കറണ്ട് ആ ഇൻസ്റ്റന്റിൽ, ആ മൊമെന്റിൽ ഉള്ള സ്പീഡ് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് അറിയാനായിട്ട് പറ്റും. ദാറ്റ് മീൻസ് ദ സ്പീഡ് ഷോൺ ദെയർ ഈസ് ദ ഇൻസ്റ്റന്റേനിയസ് സ്പീഡ്. ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് എന്താണെന്ന് ഇനി ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ പറഞ്ഞു കൊടുക്കണം. സ്പീഡ് അറ്റ് ദാറ്റ് മൊമെന്റ്, ദാറ്റ് ഇൻസ്റ്റന്റ് ഓഫ് ടൈം. ആ ഇൻസ്റ്റന്റ് ഓഫ് ടൈമിൽ കാണിക്കുന്ന സ്പീഡിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് എന്ന് വിളിക്കുക. എന്താ പേരിട്ട് വിളിക്കുക? ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് എന്ന് പേരിട്ട് വിളിക്കുക. തിരിഞ്ഞു പോകരുത്. എന്താണ്? കണ്ടോ? ആ ഒരു ഇൻസ്റ്റന്റിൽ നിങ്ങളുടെ വണ്ടിയുടെ മൂവ്മെന്റ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അതിങ്ങനെ കയറി ഇറങ്ങി ആ സൂചി ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ദാറ്റ് മീൻസ് ആ ഒരു ഇൻസ്റ്റന്റിൽ, ആ ഒരു സെപ്പറേറ്റ് ടൈമിലുള്ള ആ വണ്ടിയുടെ സ്പീഡാണ് കാണിക്കുന്നത്. ദാറ്റ് ടൈപ്പ് ഓഫ് സ്പീഡ് ഈസ് കോൾഡ് ഇൻസ്റ്റന്റേനിയസ് സ്പീഡ്. ആൻഡ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് വി വിൽ ഡീൽ അബൌട്ട് ദ യൂണിറ്റ് ഓഫ് ടൈം. ടൈമിന്റെ യൂണിറ്റുകളെ പറ്റി പഠിക്കും. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് ഇത്രയേ ഉള്ളൂ. എന്താണ് സ്പീഡ്? വാട്ട് ഈസ് സ്പീഡ്? ആരെങ്കിലും സ്പീഡ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ പറഞ്ഞു കൊടുക്കണം. ഡിസ്റ്റൻസ് ബൈ ടൈം, അതാണ് സ്പീഡ്. ഇനി സ്പീഡിന്റെ യൂണിറ്റ് എന്തൊക്കെയുണ്ടെന്ന് ചോദിച്ചാൽ m/s, km/h, അങ്ങനത്തുള്ള മൈൽസ് അങ്ങനത്തുള്ള ഒരുപാട് യൂണിറ്റുകൾ ഉണ്ട് എന്ന് പറഞ്ഞു കൊടുക്കണം. ഇനിയും നമ്മൾ പഠിച്ചു എന്താണ് ആവറേജ് സ്പീഡ്. നമുക്ക് ഒരിക്കലും ഒരു വണ്ടി ഇത്ര സ്പീഡിൽ ട്രാവൽ ചെയ്യും എന്ന് പറയാനായിട്ട് പറ്റത്തില്ല. വി കോണ്ട് പ്രെഡിക്റ്റ് ഇറ്റ്. നമുക്ക് അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ ട്രാഫിക് ഉള്ള ഏരിയ ആണെങ്കിൽ നമുക്ക് സ്പീഡ് കുറയ്ക്കേണ്ടതായിട്ട് വരും. ട്രാഫിക് ഇല്ലാത്ത ഏരിയ ആണെങ്കിൽ നല്ല സ്പീഡിൽ പോകേണ്ടതായിട്ട് വരും. അറ്റ് ദ ടൈം നമുക്ക് എന്തേ എടുക്കാൻ പറ്റുള്ളൂ? ആവറേജ് എടുക്കാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ എന്താ പറയുക, പരീക്ഷയുടെ മാർക്ക് എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് 100 തന്നെ കിട്ടിയിട്ടിരിക്കുമെന്ന് ഒരിക്കലും നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. ദാറ്റ് മീൻസ് ഏറ്റവും ലാസ്റ്റിൽ എന്താണ് എടുക്കുന്നത്? എല്ലാ മാർക്കുകളുടെ ആവറേജ് ആണ് എടുക്കുന്നത് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ശരാശരി അതിനകത്ത്
അതിനകത്ത് എത്ര സ്കോർ ചെയ്യാൻ പറ്റും എന്നാണ് അറിയുന്നത്. എക്സാക്ട്ലി ലൈക്ക് ദാറ്റ് സ്പീഡ് ഈസ് ഓൾസോ ലൈക്ക് ദിസ്. സ്പീഡും എങ്ങനെയാണ്, ഇങ്ങനെ തന്നെയാണ്. ദാറ്റ് മീൻസ് ഓരോ ഇൻസ്റ്റന്റിലും എത്ര അത് ഓടും എന്ന് നമുക്ക് ഒരിക്കലും പറയാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്ന എത്ര മാത്രമേ ഉള്ളൂ, ടോട്ടലായിട്ട് എത്ര ഓടും എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ദാറ്റ് ഈസ് ആവറേജ് സ്പീഡ് അല്ലേ. ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ, അതിനെയാണ് ആവറേജ് സ്പീഡ് എന്ന് വിളിക്കുക. ഇനിയും ഒരു ഇൻസ്റ്റന്റിൽ നിങ്ങൾ കണ്ടുപിടിക്കുന്ന സ്പീഡിനെയാണ് എന്തൊരു പേരിട്ട് വിളിക്കുക, ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് എന്ന പേരിട്ട് വിളിക്കുക. അറ്റ് ദ മൊമെന്റ്, അറ്റ് ദ ഇൻസ്റ്റന്റ്, അതായത് വണ്ടി അങ്ങോട്ട് എടുക്കുന്നു, അന്നേരം നിങ്ങൾ മീറ്ററിൽ നോക്കുമ്പോൾ കാണുന്ന എത്ര ആ ഇൻസ്റ്റന്റിലുള്ള വണ്ടിയുടെ സ്പീഡാണ്. ദാറ്റ് ഈസ് കോൾഡ് ഇൻസ്റ്റന്റേനിയസ് സ്പീഡ്. ദാറ്റ്സ് ഓൾ അബൌട്ട് ദ സെക്ഷൻ സ്പീഡ്. സ്പീഡിനകത്തുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഞാൻ പറഞ്ഞത്. മോഷൻ എന്താണെന്ന് അറിയാത്തവർക്ക് ലിങ്ക് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്, അപ്പോൾ ആ ലിങ്ക് കാണുക. താങ്ക് യു ഫോർ ഹിയറിംഗ് ദ പ്രസന്റേഷൻ. സ്റ്റേ സേഫ്, സ്റ്റേ ഹോം ആൻഡ് ബി സേഫ്.